സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സൂര്യോദയം കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീശപ്പുലിമലയും കൊളുക്കുമലയും ഒക്കെ ആയിരിക്കും എല്ലാവരും പറയുന്നത്. എന്നാൽ നമ്മുടെ സ്വന്തം കോട്ടയം ജില്ലയിൽ ഇത്ര അടുത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു സൺറൈസ് വ്യൂ പോയിന്റുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? പറഞ്ഞു വരുന്നത് ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുകൊണ്ടുള്ള സൂര്യോദയത്തെക്കുറിച്ചാണ്. കോട്ടയത്തെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡ് വഴി യാത്ര ചെയ്ത് കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനായ ഇല്ലിക്കലിലെ ബാക്ക് സൈഡിൽ നിന്നുകൊണ്ടുള്ള മനോഹരമായ ഒരു സൂര്യോദയത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. കൂടാതെ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലൂടെ ട്രക്ക് ചെയ്ത് അവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നരകപാലത്തിലൂടെ നടന്ന ഏറ്റവും ടോപ്പിലേക്കുള്ള ട്രക്കിങ്ങും കൂടി കണ്ടാലോ? ഞങ്ങൾ ഏതായാലും വെളുപ്പിന് ഒരു 5 മണിക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരത്തെ പോയെങ്കിൽ മാത്രമേ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു സൺറൈസ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. കോട്ടയം ജില്ലയിൽ ഏറ്റവും മനോഹരമായിട്ട് സൺറൈസ് കാണാൻ പറ്റുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ്. അത്രയും മനോഹരമായിട്ട് സൺറൈസ് കാണാൻ പറ്റുന്ന മറ്റൊരു സ്പോട്ട് കോട്ടയത്തുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഞങ്ങൾ രാവിലെ നേരത്തെയൊക്കെ ഇറങ്ങിയെങ്കിലും കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ വന്നത്. ഒരു 7 മണിയൊക്കെ ആറായപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇതാണ് ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ പുതുതായിട്ട് പണിതായ ഒരു റോഡ്. ഈ ഒരു റോഡിന് ഇപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡാണ് ഇത്. ഏതായാലും പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് ഇന്നിവിടെ ഉള്ളത്. നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ സൺറൈസ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡിൽ സൂര്യനും ഒരു സൈഡിൽ ചന്ദ്രനുമായിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ സൂര്യോദയം സൂര്യാസ്തമയം കാണാൻ പറ്റുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് ഇല്ലിക്കൽ കല്ല്. ഇത് കണ്ടോ, രാവിലെ 7 മണിക്ക് സൂര്യൻ ഉദിച്ചു വന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത്രയും മനോഹരമായിട്ട് സൂര്യോദയം കാണാനായിട്ട് കൊളുക്കുമലയിലോ മീശപ്പുലിമലയിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. കോട്ടയത്തൊക്കെ ഉള്ള ആൾക്കാരാണ് രാവിലെ ഒരു 2 മണിക്കൂർ മെനക്കെട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. കുറച്ചു കാലം മുമ്പ് വരെ ഇങ്ങോട്ടുള്ള റോഡൊക്കെ വളരെയധികം മോശമായിരുന്നു. എന്നാലിപ്പോൾ PMGSY പദ്ധതിയൊക്കെ വന്നതിന് ശേഷം ഗ്രാമീണ റോഡുകളൊക്കെ വളരെയധികം വികസിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിലുള്ള റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൺഡേസിലൊക്കെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികമായിട്ട് കൂടിയിട്ടുണ്ട്. നേരത്തെയൊക്കെ ആൾക്കാർ ഫ്രണ്ടിൽ വന്നിട്ട് ഇല്ലിക്കലിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ടു പോകാറായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ ഇങ്ങോട്ടാണ് വരുന്നത്. ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാലത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സൺറൈസും അതുപോലെ ഇല്ലിക്കലിൻ്റെ ടോപ്പിൽ വരെ നമുക്ക് നടന്ന് ട്രക്ക് ചെയ്ത് കയറാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ആൾക്കാരിപ്പം കൂടുതലായിട്ട് ബാക്ക് സൈഡ് ചൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്കുള്ള ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഹാർഡെന്ന് പറയാനും പറ്റില്ല, എന്നാൽ തീരെ സിമ്പിളാണെന്നും പറയാൻ പറ്റില്ല. ഒരു മോഡറേറ്റ് ലെവലിലുള്ള ട്രക്കിംഗ് ആണ് ഇതിൻ്റെ മുകളിലേക്കുള്ളത്. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം നമ്മൾ നടന്നു കയറിയെങ്കിൽ മാത്രമേ ഇതിൻ്റെ ടോപ്പിലെത്താൻ പറ്റുള്ളൂ. ടോപ്പിലെത്തി കഴിഞ്ഞാലുള്ള കാഴ്ചകൾ പിന്നെ പറയുകയോ വേണ്ട, വേറെ ലെവൽ കാഴ്ചകളാണ് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇങ്ങോട്ട് ട്രക്ക് ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും രാവിലെ വന്നിട്ട് വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ കയറി തിരിച്ചിറങ്ങി പോകാനായിട്ട് ശ്രമിക്കുക. താഴത്തെ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് സൂര്യോദയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ ഞങ്ങൾ മുകളിലേക്ക് കയറി തുടങ്ങി. ഇല്ലിക്കക്കല്ല് ഇപ്പോൾ ഇരട്ട മുഖവുമായിട്ടാണ് സഞ്ചാരികളെ സ്വാഗതം ചെയ്തത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇല്ലിക്കക്കല്ലിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള കുടക്കല്ലാണ് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത്. ഇല്ലിക്കക്കല്ല് എൻട്രി പോയിന്റിൽ നിന്ന് ജീപ്പിലോ കാൽനടയൊക്കെ ആയിട്ടോ മുകൾ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ പറ്റും. ഇനി ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് പോയിന്റിലെത്തി കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള 360 ഡിഗ്രി വ്യൂവും അതുപോലെ ഇതിൻ്റെ മുകളിലേക്കുള്ള ട്രക്കിങ്ങും അങ്ങനെ വേറൊരു കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ നമ്മളെ തള്ളിയിടുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള കാറ്റാണ് വീശുന്നത്. ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഫ്രണ്ട് സൈഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് DTPCയുടെ പാസ്സൊക്കെ എടുത്തിട്ട് ശേഷം മാത്രമേ മുകളിലേക്ക് പോകുവാനായിട്ട് പറ്റുള്ളൂ. എൻട്രി ഫീസായിട്ട് 20 രൂപയും അതുപോലെ ജീപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റും കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല രാവിലെ അവിടെ 8 മണി മുതൽ 6 മണി വരെ ടൈം റെസ്ട്രിക്ഷനും ഉണ്ട്.
നിലവിൽ ഇങ്ങോട്ട് കയറുന്നതിന് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും സർക്കാർ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. അതുപോലെ ഇവിടെ അപകട സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ ചെങ്കുത്തായിട്ടുള്ള മലയുടെ സൈഡിൽ കൂടെ ട്രക്ക് ചെയ്ത് കയറി പോകുന്നത് വളരെയധികം അപകടം നിറഞ്ഞതുകൊണ്ട് തന്നെ സർക്കാർ ഇതിൻ്റെ മുകളിൽ എപ്പോൾ വേണമെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിവതും നേരത്തെ തന്നെ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ട് സൈഡിലേതുപോലത്തെ ബാരിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിൽ വരെ പോകുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ബുദ്ധിമുട്ടാവും. ആദ്യം ഒരു മോഡറേറ്റ് ലെവലിലൊക്കെ തുടങ്ങി മുകളിലേക്ക് എത്തും തോറും ഹാർഡാവുന്ന രീതിയിലാണ് ഇങ്ങോട്ടുള്ള ട്രക്കിങ്. ഇതുകൊണ്ടോ നമ്മൾ മുകളിലെത്തി കഴിഞ്ഞാൽ നല്ലൊരു 360 ഡിഗ്രി വ്യൂ തന്നെയാണുള്ളത്. ആ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മലയൊക്കെ പുള്ളിക്കാനത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഇപ്പുറം സൈഡിൽ കാണുന്നത് ഈരാറ്റുപേട്ടയുടെ ഭാഗങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് ഇല്ലിക്കക്കല്ലിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നരകപാലം എന്ന് പറയുന്ന പോർഷൻ. പേര് പോലെ തന്നെ നരകത്തിലേക്കുള്ളൊരു വഴി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ടോപ്പ് വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം നരകപാലത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. അങ്ങനെ നമ്മൾ പയ്യെ നരകപാലത്തിലേക്ക് നടക്കുകയാണ്. ഇതിന് എന്തുകൊണ്ടാണ് നരകപാലം എന്ന പേര് വന്നതെന്നുള്ള കാര്യം അടുത്തൊരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ രണ്ട് സൈഡിലും വളരെ ഡീപ്പായിട്ടുള്ള കൊക്കയാണുള്ളത്. അതുപോലെ കഷ്ടിച്ച് ഒരാൾക്ക് നടക്കാനുള്ള വീതി മാത്രമേ ഈ ഒരു പാസേജിനുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിന് നരകപാലം എന്ന പേര് വന്നത്. ഇതിലൂടെ നടക്കുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. നമ്മൾ നടക്കുന്ന സമയത്ത് കാറ്റടിച്ചാൽ പോലും നമ്മൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വീണ് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് അടി താഴ്ചയിലായിരിക്കും പോയി വീഴുക. ഒരു കാരണവശാലും നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 6000 അടി വരെ ഉയരമൊക്കെ ഈ ഒരു ഭാഗങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. 3 പാറക്കൂട്ടങ്ങൾ ചേർന്നിട്ടാണ് ഇല്ലിക്കക്കല്ല് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഉയരം കൂടിയ പാറ കുടക്കല്ല് എന്നാണ് അറിയപ്പെടുന്നത്. കുടയുടെ ആകൃതിയിലുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിനിങ്ങനെ പേര് വന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള കല്ലാണ് കൂനൻ കല്ല്. ഇതിന് സർപ്പത്തിൻ്റെ ആകൃതിയാണെന്നാണ് പറയുന്നത്. ഈ 2 കല്ലുകളുടെ ഇടയിലൂടെയുള്ള ആ ഒരു വിടവാണ് ശരിക്കും നരകപാലം എന്ന് പറയുന്നത്. കഷ്ടിച്ച് 20 അടി താഴ്ചയാണ് ഈ 2 മലകളിൽ നിന്നും ഈ ഒരു നരകപാലത്തിനുള്ളത്. പിന്നെ ഇല്ലിക്കക്കല്ലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മിത്തുകളുണ്ട്. ആദ്യം പറഞ്ഞ കുടക്കല്ലിന് മുകളിലെ തടാകത്തിൽ നീലക്കൊടുവേലി വളരുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ഒരു കഥ. ഈ ഒരു നീലക്കൊടുവേലി കയ്യിൽ വെക്കുന്നത് ഒരുപാട് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ കൊണ്ടുതരുമെന്നും അതുപോലെ ഒരുപാട് മാറാരോഗങ്ങളിൽ നിന്നും മാറാനൊക്കെ സഹായിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നരകപാലത്തിൽ കൂടെ നടക്കുന്നതിനേക്കാൾ റിസ്ക്കാണ് തിരിച്ചിങ്ങോട്ട് ഇറങ്ങുന്നത്. ഇറങ്ങുന്ന വഴിയിലെങ്ങാനും അറിയാതെങ്ങാനും കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് അടി താഴെ പോയാണ് വീഴുക. ഈ ഒരു റിസ്ക്കൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹരിഹർ ഫോർട്ടിലൊക്കെ പോകുന്ന പോലെ തന്നെയാണ് ഇവിടെ വരുമ്പോഴും തോന്നുക. പയ്യെ വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങുന്നതുകൊണ്ട് ഇനി അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന ചൂടായിരിക്കും. അതുകൊണ്ട് പയ്യെ താഴേക്കിറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇങ്ങോട്ട് കയറി വരുന്നതിനേക്കാളും നല്ല പാടാണ് താഴേക്ക് ഇറങ്ങി പോകാനായിട്ട്. നല്ല സ്റ്റീപ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ കാലിൽ മസിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.